ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ചാട്ടോ. ഇതിൻ്റെ പേര് കക്കപ്പഴം അല്ലെങ്കിൽ കാക്കിപ്പഴം എന്ന് പറയും. പെർസിമൺ ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇത് ജപ്പാനിലാണ് ഇതിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ജപ്പാനിൻ്റെ ഒരു ദേശീയ ഫലമാണിത് കേട്ടോ. ഒരുപാട് ആരോഗ്യഗുണമുണ്ട് ഇതിന്. പിന്നെ ഇത് ഒരുപാട് ആരോഗ്യഗുണങ്ങളുള്ളതിനെ തന്നെ ഇതിനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം പഴം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ക്യാൻസർ, സ്ട്രോക്ക് അങ്ങനെയുള്ള രോഗങ്ങൾ തടയുന്നതിനുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു പോകണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരുപാട് വിലയാണ് ഇതിന്. നമ്മുടെ ഇവിടെയൊക്കെ സുലഭമായിട്ട് മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. നല്ല വിലയായതിന്. പക്ഷെ ഇത് കിട്ടുവാണെങ്കിൽ നമ്മൾ കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണിത്. ഇത് കണ്ടാൽ തക്കാളിക്ക പോലൊക്കെ ഇരിക്കും, മറ്റേ ഓറഞ്ച് കളർ ഇരിക്കും. പക്ഷേ തക്കാളിക്ക പോലെ ഇരുന്നാൽ തന്നെയും തക്കാളിക്കയുടെ ടേസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു ഫ്രൂട്ടിന് കേട്ടോ. അപ്പോൾ ഇത് കിട്ടുന്നവർ ഇതൊന്ന് കഴിച്ച് നോക്കണം. പിന്നെ നമ്മുടെ ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, ഗർഭിണിമാർ, അങ്ങനെ ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം. നമുക്കിത് അല്ലാതെ ഫ്രൂട്ട് അല്ലാതെ മുറിച്ച് നമുക്ക് ചുമ്മാതെ കഴിക്കാം, ജ്യൂസായിട്ട് കഴിക്കാം, സാലഡ് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ പല രീതിയിൽ ഇത് കഴിക്കാം കേട്ടോ. ഇതങ്ങനെ പ്രത്യേകിച്ച് വേറെ ദോഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. പിന്നെ ഇതിനടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണേ. നമ്മളിത് വാങ്ങിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് 400 രൂപയാണ്. എന്നിട്ട് നമ്മൾ 1 കിലോ 200 രൂപ എടുത്ത് 1 കിലോ വാങ്ങിച്ചതാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ വീഡിയോ ഇടണമെന്ന് ഓർത്തു. പക്ഷേ അന്ന് ഞാൻ അല്ലാതെ ചെറിയൊരു ഷോർട്സ് മാത്രമായിട്ട് കേട്ടോ. ഇപ്പം പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളോടും കൂടെ പറയാമെന്ന് വെച്ചു. അന്നേരം ഇതൊന്ന് കഴിച്ചു നോക്കണം. ഞാനിനി അതൊന്ന് പീസ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അകം എങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് സീഡും കാര്യങ്ങളും മറ്റൊന്നുമില്ല കേട്ടോ. മിക്കവാറുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ അകത്ത് സീഡൊക്കെ കാണും. ഇത് അങ്ങനെയൊന്നുമില്ല, സീഡും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തൊലിയൊന്നും ചെത്തി കളയണമെന്നില്ല. നമുക്ക് അതിൻ്റെ ആ പുറത്തെ തൊലിയോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. ഇവിടെ കൊച്ചുങ്ങൾക്ക് കൊടുത്തപ്പോഴാണെങ്കിലും പിള്ളേർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും. കാരണം ഇത് ആർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, നല്ല സ്വീറ്റാണ്. അതിൻ്റെ അകത്ത് നല്ല ഒരു മാംസമാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. കേട്ടോ, അതിൻ്റെ അകം ഇങ്ങനെ ഇരിക്കും. മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആരും ഈ ഫ്രൂട്ട് മിസ് ചെയ്യരുത് കേട്ടോ. മിസ് ചെയ്യാതെ എപ്പം കണ്ടാലും എത്ര വിലയാണെന്ന് പറഞ്ഞാലും കുറച്ചെങ്കിലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയെങ്കിലും ഒരെണ്ണമെങ്കിലും വാങ്ങിച്ചൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും കണ്ടാലും ഇത് വാങ്ങിച്ച് കഴിക്കും. കാരണം അത്രയ്ക്ക് നല്ല ഒരു ഫ്രൂട്ടാണിത് കേട്ടോ. ഞങ്ങളിപ്പം ജ്യൂസും ഒന്നും അടിക്കുന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കുകയാണ്. ഇങ്ങനെ തന്നെ കഴിച്ചിട്ട് എത്ര കഴിച്ചാലും മടുപ്പ് തോന്നത്തില്ല. അത്ര ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാട്ടോ. നല്ല പൾപ്പാണ് അകത്ത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ.